ആ പാവം പാപ്പാഞ്ഞി എങ്ങനെയാ കത്തിക്കാൻ തോന്നുന്നത്? പപ്പാഞ്ഞി കത്തിക്കുന്ന നമ്മളിപ്പോ പപ്പാഞ്ഞി കത്തിക്കുന്നതിലേക്ക് വരരുത്. പപ്പാഞ്ഞി കത്തിക്കാൻ ഇനി അല്ലേ പപ്പാഞ്ഞിയുടെ സംശയം ചോദിച്ചതാ. എന്നാലും അതിനെ കാണുമ്പോ എങ്ങനെ കൊച്ചിയിൽ മാത്രമല്ല, നമ്മുടെ കൊച്ചിയിലെ 4 സ്ഥലങ്ങളിൽ, പ്രധാനമായ 4 സ്ഥലങ്ങളിൽ പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട്. ഫോർട്ട് കൊച്ചി ഒന്ന്, മറ്റൊന്ന് നമ്മുടെ NGO ക്വാർട്ടേഴ്സ് കാക്കനാട് നമ്മുടെ ഓഫീസിനടുത്ത് ഒരു പാപ്പാഞ്ഞി കത്തിക്കുന്നുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മുടെ HMT കോളനി, അതിന് അവിടെയും ഒരു പാപ്പാഞ്ഞി ഉണ്ട്. അങ്ങനെ 1 2 3 4 പാപ്പാഞ്ഞി ഉണ്ട്. വിജയകുമാർ, എങ്ങനെയിരിക്കുന്നു കാര്യങ്ങൾ? ഈ പാപ്പാഞ്ഞി എന്താ സംഗതി എന്ന കാര്യത്തിൽ വലിയ സംശയം പലരും ചോദിക്കുന്നുണ്ട്. അതിന്റെ പേര് പാപ്പാഞ്ഞി എന്നാണോ പപ്പാഞ്ഞി എന്നാണോ എന്താണ്? പാപ്പാഞ്ഞി പുരാണം വേണം എന്നാണ് എനിക്ക് പുരാണത്തിലേക്ക് പോകാം. ഡിസംബർ 31 രാത്രി 12 മണിക്ക് എന്തിനാണ് ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. എല്ലായിടത്തും ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. എന്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ടല്ലോ. നമുക്ക് ആ കഥ തേടി പാട്ടായിട്ടാണോ പറയാൻ പോകുന്നത്? അല്ല, ഇത് കഥയായിട്ടാ പറയാം. ഫോർട്ട് കൊച്ചിയിലേക്ക് തന്നെ പോവാം, അവിടെ നിന്ന് തുടങ്ങാം. എന്താണ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതിന്റെ പിന്നിലെ കഥ? പാപ്പാഞ്ഞി പുരാണം. ഓവർ ടു ഫോർട്ട് കൊച്ചി. പരേഡ് ഗ്രൗണ്ടിൽ പപ്പാഞ്ഞിയെ കത്തിക്കാൻ ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രം. ആരാണ് ഈ പപ്പാഞ്ഞി? എന്താണ് ഈ കത്തിക്കുന്നതിന് പിന്നിലുള്ള കാര്യം? ഇവിടെ പുതുവത്സരം ആഘോഷിക്കാനെത്തിയ ആളുകളോട് തന്നെ നമുക്കൊന്ന് അന്വേഷിക്കാം. പപ്പാഞ്ഞിയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇയർ ഉണ്ടല്ലോ, ആ ഇയർ അങ്ങോട്ട് അവസാനിച്ചു പോകുന്ന ആ ഒരു ഇതാണ്. അതിനങ്ങോട്ട് കത്തിച്ചളയാണ്, കഴിഞ്ഞ കാലം കത്തിച്ചളയാണ്. ഈ വർഷത്തെ എല്ലാ ഇതും ഓർമ്മകൾ പറത്തിവിടും. അത്ര ആരാണ് പപ്പാഞ്ഞി? എന്താണ് ഇത് കത്തിക്കുന്നത്? ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച പപ്പാനി എന്നുള്ള കൺസെപ്റ്റ് അല്ല ഇത്. ആക്ച്വലി ഇതൊരു പോർച്ചുഗീസ് ഇതിൽ വെച്ചിട്ട് പഴയ ഒരു ടൈം മീൻസ് ദ ഓൾഡ് മാൻ, അതിനെ കത്തിക്കുന്ന ഒരു കൺസെപ്റ്റായിട്ടാണ് ഇതിനെ കത്തിക്കുന്നത്. ഇതിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്, വരുന്ന പുതുവർഷമാണ്. സോ അതിനു മുന്നായിട്ട് ആ ഓൾഡ് ഒരു കൺസെപ്റ്റ് മാറി പുതിയ ഇതിലേക്ക് വരുന്ന ജനറേഷൻ്റെ വ്യത്യാസത്തിന് കാണിക്കുന്നതാണ് ഈ പറഞ്ഞ സ്റ്റാച്യു റെഡിയാക്കി വെച്ചിരിക്കുന്നത്. കൊച്ചിയുടെ ചരിത്രത്തിലാണ് പാപ്പാഞ്ഞിയുടെ സ്ഥാനം. 1503 മുതൽ 1663 വരെ കൊച്ചിയിലുണ്ടായിരുന്ന പോർച്ചുഗീസ് ഭരണകാലത്താണ് പാപ്പാഞ്ഞിയുടെ വേരുകൾ ചെന്നെത്തുക. കത്തോലിക്ക ക്രിസ്ത്യാനികളായ പോർച്ചുഗീസുകാർ ക്രിസ്മസും പുതുവത്സരവും ഗംഭീരമായി ആഘോഷിച്ചിരുന്നു. ഈ ആഘോഷങ്ങളുടെ അവശേഷിപ്പുകളിൽ നിന്നാണ് കൊച്ചിയിൽ പപ്പാഞ്ഞി കത്തിക്കൽ രൂപം കൊള്ളുന്നത്. മുത്തച്ഛൻ എന്നാണ് പപ്പാഞ്ഞി എന്ന പോർച്ചുഗീസ് വാക്കിന്റെ അർത്ഥം. കോട്ടും സൂട്ടും തൊപ്പിയും ഷൂസും ഒക്കെ ധരിച്ച രൂപമാണ് പപ്പാഞ്ഞിക്ക്. കൊഴിഞ്ഞു പോകുന്ന വർഷത്തെയാണ് പാപ്പാഞ്ഞി പ്രതിനിധീകരിക്കുന്നത്. ആ വർഷത്തെ ചാരമാക്കി പ്രതീക്ഷയോടെ പുതുവർഷത്തെ സ്വാഗതം ചെയ്യുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.